എന്നാൽ ഇതാരായിരിക്കും? ഫ്രാൻസിസ് അസീസിയാണോ ഫ്രാൻസിസ് സേവിയർ ആണോ? എന്നാലും ഡമോനെ ഏബലെ, അത് വിശുദ്ധ വിൻസെന്റ് പോളാണ്. ഏപ്രിൽ 24 ഫ്രാൻസിലെ പോയി എന്നൊരു ഗ്രാമത്തിൽ വില്യം ഓഫ് പോളിന്റെയും ബെർട്രാൻഡയുടെയും 6 മക്കളിൽ മൂന്നാമനായി വിൻസെന്റ് പോൾ ജനിച്ചു. മാതാപിതാക്കളെ പോലെ തന്നെ മക്കളും അധ്വാനശീലമുള്ളവരും ഏത് ജോലിയും ചെയ്യുവാൻ മടിയില്ലാത്തവരുമായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ വീട്ടിലെ ആടുമാടുകളെ വളർത്തിയും പരിപാലിച്ചും അപ്പനെ കൃഷിപ്പണിയിൽ സഹായിക്കുകയും ചെയ്യുമായിരുന്നു കൊച്ചു വിൻസെന്റ്. കൃഷിപ്പണിയിൽ മാത്രമല്ല, പഠന മേഖലയിലും വിൻസെന്റ് അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ അപ്പൻ അവനെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർത്തു. സ്വയം തീക്ഷ്ണമായി പഠിക്കുന്നതിനോടൊപ്പം തന്റെ കൂട്ടുകാരെ പഠിപ്പിക്കാനും വിൻസെന്റ് പരിശ്രമിച്ചു. ഒരു വൈദികനാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്ന വിൻസെന്റ് തനിക്ക് കിട്ടിയ ചെറിയ വരുമാനങ്ങൾ മാറ്റിവെച്ച് തിയോളജി പഠിക്കുന്നതിനായി ടൂളൂസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. 19-ാം വയസ്സിൽ തന്റെ ആഗ്രഹം പോലെ വൈദികനായി തീർന്ന വിൻസെന്റ് തുടർ പഠനത്തിനായി റോമിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ആ യാത്രയിൽ ആഫ്രിക്കൻ കടൽ കൊള്ളക്കാർ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊള്ള ചെയ്യുകയും വിൻസെന്റിനെ അടിമയായി വിൽക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം യജമാനൻ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും വിൻസെന്റ് പാരീസിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹം ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അനേകരെ ഉപവിപ്രവർത്തനങ്ങളിലേക്ക് നയിച്ചതും. ഒരുപാട് സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ വിശുദ്ധൻ പ്രാധാന്യം കൊടുത്തത് പ്രായോഗികവും ലളിതവുമായ സത്പ്രവർത്തനങ്ങൾക്കാണ്. പള്ളികളിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും കുമ്പസാരം കേൾക്കുവാനും ഭവനങ്ങൾ സന്ദർശിക്കുവാനും രോഗികളെ പരിപാലിക്കുവാനുമൊക്കെ വിൻസെന്റ് തയ്യാറായി. ഒരിക്കൽ ഒരു നിധി വഹിച്ചുകൊണ്ട് പോവുകയാണെന്ന് കരുതി കവർച്ചക്കാർ അദ്ദേഹത്തിന്റെ പക്കൽ പാഞ്ഞു ചെന്നു. വിറയ്ക്കുന്ന ഒരു ചോരക്കുഞ്ഞിനെയാണ് അവർ കണ്ടത്. കവർച്ചക്കാർ അദ്ദേഹത്തിന്റെ പാദത്തിങ്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം അർപ്പിതമായ ഒരു ജീവിതത്തിലൂടെ സമകാല സമൂഹത്തിലും സഭയിലും മാത്രമല്ല
ഈ ആധുനിക യുഗത്തിലും വിശുദ്ധിയുടെയും സേവനത്തിന്റെയും ഉദാത്ത മാതൃകയായി തീർന്ന ഒരു അസാധാരണ പുണ്യപുരുഷനാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. ഈ വിശുദ്ധന്റെ മാതൃകയും ചൈതന്യവും ഉൾക്കൊണ്ട് നമ്മുടെ ഇടവകയെ ലളിതവും സുന്ദരവുമായി നയിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വികാരി ജോഷി അച്ഛന് നാമഹേതുക തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും.